ഞങ്ങൾ നെല്ലിക്കാച്ചാർ ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം കുറച്ച് കായം ഇട്ടിട്ടുണ്ട്, പിന്നെ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നല്ലെണ്ണക്കകത്ത്, നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണയിലാണ് ഞങ്ങളൊക്കെ എല്ലാം കൂടി വഴറ്റിയെടുക്കുന്നത്. നെല്ലിക്ക പിന്നെ ആവിയിൽ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടത്തി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്ത് ഇനി ഇതും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് വഴറ്റിയെടുക്കുക. നെല്ലിക്കയും ഈ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇത്തിരി അധികം ഇടണം, ഇഷ്ടമുള്ളത്തിൽ ഇടാം. നമുക്ക് കളർ കിട്ടണമല്ല, കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ഇടുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒഴിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് വാട്ടിയതാണ് ആവിയിൽ വേവിച്ചപ്പോഴേ, ആവിയിൽ വേവിച്ചതാണല്ലോ നമ്മൾ നെല്ലിക്ക. അതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി. എന്നാലും ഈ സാധനങ്ങളൊക്കെ ഇട്ടപ്പോഴേ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കും ഒന്നും കൂടി ഉപ്പിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ടതാണ്. നമ്മൾ പിന്നെ അച്ചാർ പൊടിയൊന്നും ഇടാറില്ല അതിൻ്റെ അകത്ത്. നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇടുന്നത്. നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്, പിരിയമുളക് ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അപ്പോൾ അതിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുക. അച്ചാറുണ്ടാക്കും, നോക്കി ടേസ്റ്റ് ഉണ്ടാകും, നോക്കി കുഴപ്പമില്ല.